വിപിൻ അറ്റ്ലി കഥ എഴുതി സംവിധാനം ചെയ്ത് ജിതേഷ് പരമേശ്വരനും ഗ്രീഷ്മ ചന്ദ്രൻ, സാജിദ് യഹിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പൊമ്പളൈ ഒരുമൈ എന്ന മൂവി സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തമിഴ് സിനിമയല്ല, മലയാള സിനിമയാണ്. OTTയിൽ ഒരു നല്ല സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറിയാണ് സിനിമയിൽ. ഈ സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആണ്. സിനിമ കാണുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് സിനിമ പോയിട്ടുണ്ട്. ഒരു കോവിഡ് കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ സിനിമ വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഇതിലൊരു ഹസ്ബൻഡും വൈഫുണ്ട്. ആ ഹസ്ബൻഡും വൈഫും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ വൈഫ് ഒന്നുകൂടി നന്നായിട്ട് അഭിനയിച്ചു. അതിൻ്റെ പേര് എനിക്കറിയില്ല. വളരെ നന്നായിട്ട് അതുമാത്രമല്ല, ഓരോ കഥാപാത്രങ്ങളും നന്നായിട്ട് പറ്റും. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഒരുപാട് ലേഡീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് പോലീസുകാരനായിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ നല്ലൊരു മൂവിയാണ്. സിനിമേൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, മറ്റേ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഒരു ലേഡി വരും. അവരെ കൂടെ എന്താണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കലും അനുബന്ധിച്ചുള്ള കഥകളുമാണ്. പിന്നെ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത സ്ത്രീ ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടും അങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കുളരതായ്മകളൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. നന്നായിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ചക്കുളത്തമ്മയുടെ ഒരു അനുഗ്രഹം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ സിനിമേൻ്റെ BGM വളരെ നന്നായിട്ടുണ്ട്. ഒരു നല്ലൊരു മൂവി. OTTയിൽ ഇറങ്ങി എന്നേ സിനിമയ്ക്കുള്ളൂ. അധികം പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ആ എടുത്തുക്കുന്ന രീതിയും എഡിറ്റിങ്ങും ആ ഒരു ക്യാമറാസ് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ ഇപ്പോൾ റിലീസാണ്, സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.